നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയിലെ ഇ ഡി പ്രസാദ് ശബരിമല മേൽശാന്തി. നിലവിലെ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിയോഗമായി കാണുന്നുവെന്ന് ഇ ഡി പ്രസാദ്. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാതയിൽ പുഴയ്ക്കലിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്കുള്ള പുതിയ പാലം റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഒറ്റവരിയായിട്ടാണ് കടത്തിവിട്ടത് ഗതാഗതക്കുരുക്കിന് കാരണം. അവധി കിട്ടാത്തതിനാൽ സിവിൽ പോലീസ് ഓഫീസർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശമയച്ച ശേഷമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രാൽത്തറയിൽ കലുങ്ക് സൗഹൃദ സംഗമം നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഗമം ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. മുപ്ലിയം സ്വദേശി സെലീനയ്ക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ ബൈക്ക് യാത്രക്കാരനു വേണ്ടി അന്വേഷണം ആരംഭിച്ചു. തിരുവില്ലാമല പഞ്ചായത്തിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകൾ നാശോന്മുഖമായ നിലയിൽ. വീടുകളിൽ ആൾതാമസമില്ല. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന കായികമേളയിൽ പങ്കെടുത്തത് 3000-ലധികം കായിക പ്രതിഭകൾ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര കൊടിയേറ്റം നടന്നു. പാർക്കിലെ സംഘാടക സമിതി ഓഫീസിന് മുന്നിൽ മന്ത്രി കെ രാജൻ കൊടിയേറ്റി. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വികസിത കൊടുങ്ങല്ലൂരിനായി കോഫി വിത്ത് RC എന്ന പരിപാടി കൊടുങ്ങല്ലൂരിൽ നടന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പളക്കോട് സ്വദേശിയായ സൈനുൽ ആബിദിനാണ് പിടിയിലായത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഈ മാസം 27-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അഞ്ജലി, ഡോക്ടർ ഹഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര മേള കലാസംഗീത സമിതിക്ക് കീഴിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഈ മാസം 26-ന് നടക്കും. പുത്തൂക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ വൈകിട്ട് നടക്കുന്ന അരങ്ങേറ്റം പെരുവന്നം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും. ഏണമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ വെഞ്ചരിപ്പ് ഞായറാഴ്ച നടക്കും. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ആശീർവാദം നിർവഹിക്കും. മുല്ലശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡിലെ VV ബാലൻ റോഡും നേതാജി റോഡും നാടിന് സമർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹരിതചട്ടങ്ങൾ പാലിച്ച് നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ആദ്യ യോഗം തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവവും വാവ് ബലിതർപ്പണവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. മേൽശാന്തി സുമേഷ്, ശാന്തി ഷൈൻ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് വികസന സദസ്സ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ഗേൾസ് അണ്ടർ 17 43 കിലോഗ്രാം വിഭാഗത്തിൽ എരുമപ്പെട്ടി സ്വദേശി സാന്ദ്ര ഐറിൻ വെള്ളി മെഡൽ കരസ്ഥമാക്കി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജില്ലാ കമ്മിറ്റി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധ ധർണ നടത്തി. മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജില്ലാ ചെയർമാൻ PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടന്നു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ആനമല ഹോം സ്റ്റേ ചിൽഡ്രൻസ് പാർക്കിൽ പുതിയ വിനോദോപാധികൾ എത്തി. പുതിയ വിനോദോപാധികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ നിർവഹിച്ചു.
കൊടുങ്ങല്ലൂർ എറിയാട് ഫാത്തിമ മാതാ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആൽബർട്ട് കോണത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ നാട്ടികയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ കോർപ്പറേഷനിലെ സംവരണ ഡിവിഷനുകൾ നിശ്ചയിച്ചു. 30 സംവരണ ഡിവിഷനുകളിലാണ് സംവരണ ബാധകമാകുക. ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ ഡിവിഷനുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് 21-ന് നടക്കും. സൈന്യത്തിൽ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള പോലെ പഠിക്കാൻ വരുന്നവർക്ക് അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ കഴിയണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്കൂളുകളിലെ യൂണിഫോം രീതിക്ക് ചർച്ചകളിലൂടെ പൊതുമാനദണ്ഡം ഉണ്ടാകണമെന്നും MA ബേബി. പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ BJP നേതാവ് K സുരേന്ദ്രൻ. മന്ത്രി കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് K സുരേന്ദ്രൻ. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിയെ KK രാമചന്ദ്രൻ MLA അനുമോദിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രനും പ്രസാദ് നമ്പൂതിരിയെ അഭിനന്ദനം അറിയിച്ചു. അവധി കിട്ടാത്തതിനാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ വിശദീകരണവുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെ പോലീസുകാരൻ ലീവിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന് അർഹതയുള്ള അവധി ദിനങ്ങളില്ലായിരുന്നുവെന്നും സ്റ്റേഷനിൽ പോലീസുകാരുടെ കുറവുണ്ടായിരുന്നുവെന്നും റൂറൽ SP. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻവശം ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട 2 ബൈക്കുകൾ ഇടിച്ചു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കുണ്ടന്നൂർ ചുങ്കം കാർ വർക്ക്ഷോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. അപകടം കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വീണ യുവാവിനും പരിക്കേറ്റു. ചികിത്സയ്ക്കിടെ വെള്ളറക്കാട് ചിറമനേങ്ങാട് സ്വദേശി മരിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഗിന്നസ് സത്താർ ആദൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. മുല്ലനേഴി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണം സ്മൃതിയും മുല്ലനേഴിയെ അപമാനിക്കുന്ന വേദിയാകുന്നെന്ന് ആരോപിച്ച് സംവിധായകൻ പ്രിയനന്ദനൻ. ചിലർക്ക് വ്യക്തിപരമായ പ്രമോഷൻ നൽകുന്നതിനും ചില സംഘടനകളെ ഉയർത്തിക്കാണിക്കുന്നതുമായ രീതിയിൽ മുല്ലനേഴി സ്മൃതിയെ തരം താഴ്ത്തിയതായി പ്രിയനന്ദനൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ISM തൃശൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച നാട്ടിക SN ഹാളിൽ നടക്കും. സംഘടനാ ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ ഉദ്ഘാടനം ചെയ്യും. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തത് സംബന്ധിച്ച് പരാതിയുള്ളവർ ക്ലെയിം അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ. നിക്ഷേപകർ നിർദ്ദിഷ്ട ഫോമിൽ തങ്ങളുടെ ക്ലെയിം അപേക്ഷകളും അനുബന്ധ രേഖകളും സഹിതം 14 ദിവസത്തിനുള്ളിൽ നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ നൽകണം. നെല്ലുവായി ടാക്സി ഡ്രൈവേഴ്സിന്റെ 20ാം വാർഷികം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് PV സതീശൻ അധ്യക്ഷനായി. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ജോട്ടാ ജോട്ടി എന്ന ആശയവിനിമയ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിഷോ S പുത്തൂർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് വികസന മുന്നേറ്റ സദസ്സ് സംഘടിപ്പിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വാഴാനി വിഷ്ണുമായ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചു. പൂജകൾക്ക് ക്ഷേത്ര മഠാധിപതി സുരേഷ് സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് ആമ്പല്ലൂർ യൂണിറ്റിലെ അംഗമായ KV ഗോപാലന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. മണ്ണമ്പേട്ട സ്വദേശിയായ ഗോപാലൻ 10 ദിവസം മുൻപാണ് മരിച്ചത്. താന്യം പഞ്ചായത്തിലെ മത്സ്യ കർഷകർക്ക് കാർപ്പ് മത്സ്യ കുഞ്ഞുങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരി ജയന്തി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചന ആരംഭിച്ചു. കലശപൂജയ്ക്ക് ശേഷം തന്ത്രി KPC കൃഷ്ണ നമ്പൂ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുള്ളൂർക്കര വണ്ടിപ്പറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കായംപൂവം ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരായ രമേശ്, ഡിക്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്.
പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസേലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകിട്ട് 6:30 ബൈബിൾ ടവർ സ്ക്വയറിൽ ശതാബ്ദി സംഗീത സന്ധ്യ അരങ്ങേറും. ബസേലിക്കയുടെ ചരിത്ര നാടകമായ ലവ് ഓഫ് ജേണിയും അരങ്ങിലെത്തും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.